ഡോക്ടർ ബി.ആർ. അംബേദ്കറിനെതിരായിട്ടുള്ള പരാമർശത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ മക്കൾ നീതിമയ്യം നേതാവായ കമൽ ഹാസൻ. ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് പിന്നിൽ അംബേദ്കറിന്റെ ആശയങ്ങളാണെന്നും അംബേദ്കറിന്റെ കാഴ്ചപ്പാടുകളിൽ വിശ്വസിക്കുന്നവർ അദ്ദേഹത്തിന്റെ പൈതൃകത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല എന്നും കമൽ ഹാസൻ പറഞ്ഞു. എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് പിന്നിൽ അംബേദ്കറിന്റെ ആശയങ്ങളാണുള്ളത്. ഗാന്ധിജി ഇന്ത്യയെ വൈദേശികാധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചപ്പോൾ ഡോക്ടർ ബി.ആർ. അംബേദ്കർ രാജ്യത്ത് നിലനിന്നിരുന്ന സാമൂഹിക അനീതികളുടെ അതിർവരമ്പുകളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ചു. എല്ലാവരും തുല്യരായി ജീവിക്കുന്നുവെന്ന ബാബാ സാഹിബിന്റെ ദർശനത്തിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യുന്ന ഓരോ ഇന്ത്യക്കാരനും അദ്ദേഹത്തിന്റെ പൈതൃകത്തെ കളങ്കപ്പെടുത്താൻ ഒരു കാലത്തും അനുവദിക്കില്ല. ആധുനിക കാലങ്ങളെ ആഗോള ശക്തി എന്ന നിലയിൽ പാർലമെന്റിൽ അംബേദ്കറുടെ ആശയങ്ങളിൽ അർത്ഥവത്തായ ചർച്ചകളും സംവാദങ്ങളുമാണ് ഈ ഘട്ടത്തിൽ നടക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വിശ്വസിക്കുന്നവരുടെ വികാരം വ്രണപ്പെടുത്തുന്നതിന് പകരം പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രചോദനമാവുകയാണ് വേണ്ടത്. കമൽ ഹാസൻ കുറിച്ചു. കഴിഞ്ഞ ദിവസം നടൻ വിജയും അംബേദ്കർ വിവാദത്തിൽ ബി.ജെ.പിക്കും അമിത്ഷായ്ക്കുമെതിരെ രംഗത്തെത്തിയിരുന്നു. ചിലർക്ക് അംബേദ്കർ എന്ന പേരിനോട് അലർജിയാണെന്നും അദ്ദേഹത്തെ അവഹേളിക്കുന്നതിനെ അംഗീകരിക്കാനാകില്ല എന്നുമായിരുന്നു വിജയ് പറഞ്ഞത്. അതേസമയം വിവാദ പരാമർശത്തിൽ തമിഴ്നാട്ടിലും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. DMK നേതാക്കളും AIADM നേതാക്കളും പരസ്യമായി തന്നെ അമിത്ഷായ്ക്കെതിരെ രംഗത്തെത്തി. അംബേദ്കറിന്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ വിഷയത്തിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്. വിവാദ പാർലമെന്റിൽ ഇന്ന് പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. ഭരണപക്ഷവും ഇതിനെതിരെ രംഗത്തെത്തിയതോടെ പാർലമെന്റ് വളപ്പിൽ വലിയ സംഘർഷമാണ് ഉടലെടുത്തത്. നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടിയതോടെ ചിലർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 2 BJP MPമാരെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ BJP പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ അമിത്ഷാ മാപ്പ് പറയണമെന്ന ഉറച്ച നിലപാടിൽ തുടരുകയാണ് പ്രതിപക്ഷം.